നമസ്കാരം. ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കാൻ ഇരിക്കുകയാണ്. ഈജിപ്തിലെ കൈറോയിൽ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന ഒരു നിലപാടായിരുന്നു ഈ അടുത്ത സമയം വരെ ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചത്. എന്നാൽ രണ്ടാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രതിനിധികളെ അയക്കുന്നതിന് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നു. ഹമാസ് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് ഹമാസ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഈ ഒരു ധാരണയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിരിക്കുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ ഭാഗമായാണോ, ഉപദേശത്തിന്റെ ഭാഗമായാണോ, അതോ ഹമാസ് നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണോ, എന്തായാലും അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിതനാക്കിയതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഒരു സമയത്ത് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റു ചില ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതായത് ഹമാസ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള ഡിമാൻഡുകൾ ഇസ്രായേലിൽ അംഗീകരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഒന്നാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട 33 ബന്ദികളെ ഹമാസ് വിട്ടയച്ചപ്പോൾ ആയിരക്കണക്കിന് പലസ്തീനുകളെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള, അതായത് ഇപ്പോൾ ഇസ്രായേൽ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്ന ചില ആളുകളൊക്കെയാണ് ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹമാസിനെ വിട്ടയക്കാനുള്ളത് IDF സൈനികരെ മാത്രമാണ്. നേരത്തെ 3-4 ബന്ദികളെ വിട്ടയക്കുന്ന സമയത്ത് 200-300 ഒക്കെ ഫലസ്തീനികളെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ജയിലിൽ കിടന്നിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഇസ്രായേലിന് ഇനി മോചിപ്പിക്കേണ്ടി വന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത്. ഇവിടെ IDF സൈനികരെ ഹമാസ് വിട്ടയക്കുമ്പോൾ കൂടുതൽ പലസ്തീനികളെ മോചിപ്പിക്കണമെന്നുള്ള ഒരു ഡിമാൻഡ് വെക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ചർച്ചയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്, പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റം. അതായത് ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലിന് ചില അതൃപ്തികൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ന്യായമായ അല്ലെങ്കിൽ അത്തരത്തിൽ സൈനികരെ പിൻവലിക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ അത് കഴിയില്ല എന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു നിലപാട് നേരത്തെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു. കാരണം ഈജിപ്ത് വഴി ഹമാസിന് ആയുധങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്മാറില്ല എന്ന ഒരു നിലപാടാണ് ഇവിടെ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റം അത് സാധ്യമാകാതെ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് കടക്കാൻ തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു നിബന്ധന അവർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഏറെക്കുറെ അത് സാധ്യത മാത്രമല്ല, ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഡിമാൻഡിനോട് എങ്ങനെയാണ് ഇസ്രായേൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നൊരു കാര്യം നമുക്ക് ഈ ചർച്ച തുടങ്ങിയാൽ മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുകയുള്ളൂ എന്നതാണ് എനിക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അത് അവസാനിക്കുന്നു. അതിന്റെ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പലപ്പോഴും ചില കരാർ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇസ്രായേൽ ഹമാസിനെതിരെയും അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ഏറ്റവും അവസാനം പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണകൂടം നിർബന്ധിതരായിട്ടുമുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും അവസാനം 4 ബന്ദികളെ വിട്ടുകൊടുത്ത സമയത്ത് 620 പലസ്തീനുകളെ ഇസ്രായേൽ മോചിപ്പിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് അവസാനം മോചിപ്പിക്കാൻ കഴിയില്ല എന്നും കരാറുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു. തുടർന്ന് അധികം വൈകാതെ തന്നെ ഇസ്രായേലിന് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങേണ്ടി വന്നു. അതാണ് വാസ്തവം. ഫലസ്തീനികളെ മോചിപ്പിക്കേണ്ടി വന്നു.
157ഓളം ഫലസ്തീനികളെ മോചിപ്പിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഇസ്രായേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട്. ഇസ്രായേൽ ഭരണകൂടം ഹമാസിന് മുന്നിൽ പരാജയപ്പെട്ടു. ഹമാസിനെ പ്രതിരോധിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞില്ല. 8ഓളം വഴികളിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ മാത്രമേ കഴിയൂ, അതിനപ്പുറത്തേക്ക് ഒന്നും ഹമാസിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇസ്രായേൽ ഭരണകൂടവും ഉണ്ടായിരുന്നതും, അതുപോലെ തന്നെ IDF സൈനികരും. എന്നാൽ അതിർത്തിയിൽ നിലയുറപ്പിച്ച 100 കണക്കിന് വരുന്ന സൈനികരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തി നിരവധി ഇസ്രായേലികളെ ബന്ധിയാക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്തായാലും പണിപാളിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം ഉള്ളത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. മലയാളം.